വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസിലേക്ക് പോവുകയാണ്. കാശ്മീരിലെ ആർമി ക്യാമ്പ് ആക്രമിക്കാൻ വന്ന ഭീകരന്മാരെ സൈന്യം വളഞ്ഞിരിക്കുന്നു. വൻ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. വിദൂര ഗ്രാമമായ രജൌരിയിലെ ആർമി പിക്കറ്റിന് നേരെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് വലിയ ഒരു ഭീകരാക്രമണം സംഭവിച്ചിരിക്കുന്നത്. ആർമി ക്യാമ്പ് ലക്ഷ്യം വെച്ച് ഭീകരന്മാർ എത്തി. ഈ ഭീകരന്മാർ ആദ്യം ക്യാമ്പിന്റെ ചെക്ക് പോസ്റ്റ് തകർക്കാൻ ശ്രമിച്ചു. ചാവേറുകൾ അടക്കം കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് സൈനിക ഓപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. സുരക്ഷാ പോസ്റ്റിന് നേരെ ഭീകരർ വെടിയുതിർത്തു. ഇതിനെ തുടർന്ന് പരാജയപ്പെടുത്തിയതായി പബ്ലിക് റിലേഷൻസ് ജമ്മു ഡയറക്ടറേറ്റ് അറിയിച്ചിരുന്നു. നിലവിൽ രജൌരിയിലെ ഗുന്ദ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. അധികാരികൾ സ്ഥിതിഗതികൾ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ രൂക്ഷമാകാതിരിക്കാൻ ഉയർന്ന സുരക്ഷാ നടപടികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. മുൻപ് ഇത്തരത്തിൽ ഉറിയിലും പത്താൻകോട്ടയിലും ആക്രമണങ്ങൾ നടന്നിരുന്നു. അതേ രീതി തന്നെയാണ് ഇപ്പോൾ വിദൂര ഗ്രാമമായ രജൌരിയിലെ ആർമി ക്യാമ്പിനെതിരെയും ഉണ്ടായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുലർച്ചെ 4 മണിയോടെ ഗുന്ദ മേഖലയിലെ സുരക്ഷാ പോസ്റ്റിന് നേരെ ഭീകരർ എന്ന് കരുതുന്നവർ ആക്രമണത്തിന് തുടക്കമിട്ടു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ തിരിച്ചടിക്കാൻ ഈ അവരുടെ ആക്രമണങ്ങൾ പ്രേരിപ്പിച്ചുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. വെടിവെപ്പ് തുടരുകയാണ് ശക്തമായി. ഭീകരരെ പിന്തുടർന്ന സൈന്യം കൂടെ തന്നെയുണ്ട്. എന്നാൽ ഭീകരർ കടന്നുപോകുന്ന വഴികളിൽ കുഴിബോംബ് അടക്കം ട്രാപ്പുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത് പരിശോധിച്ച് വളരെ സുരക്ഷിതമായാണ് സൈനിക നീക്കം നടക്കുന്നത്. അതിനാൽ തന്നെയാണ് താമസം ഉണ്ടാകുന്നതും. മുഴുവൻ ഭീകരരെയും വധിച്ചിരിക്കുമെന്നും അല്ലെങ്കിൽ ജീവനോടെ പിടികൂടുമെന്നും സൈന്യം അറിയിച്ചിരിക്കുന്നു. ഒരു കോർഡൺ ആൻഡ് സെർച്ച് ഓപ്പറേഷനാണ് നടക്കുന്നത് എന്ന സൈനിക വക്താവ് എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഇതിനിടെ രജൌരിയിലെ ഗുണ്ടയിലെ ഒരു VDCയുടെ വീട് ഭീകരന്മാർ ആക്രമിച്ചതായി വിവരങ്ങളുണ്ട്. ഇത് പുലർച്ചെ 3 മണിയോടെയാണ് സംഭവിച്ചിരിക്കുന്നത്. സമീപത്തുള്ള ഒരു സൈനിക നിര പ്രതികരിക്കുകയും ഒരു വെടിവെപ്പ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻസ് ഇപ്പോഴും തുടരുകയാണ്. വൈറ്റ് നൈറ്റ് കോർപ്സ് എക്സിൽ പങ്കുവച്ച വിവരങ്ങൾ ഇങ്ങനെയാണ്. കത്വയിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായ ഭീകരാക്രമണവും ദോഡയിലും ഉദ്ധംപൂരിലും നടന്ന ഏറ്റുമുട്ടലുകളും ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജമ്മു മേഖലയിൽ ഭീകരാക്രമണങ്ങളുടെ വർധനവുണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ആഴ്ച രജൌരി ജില്ലയിലെ സുന്ദർബാനി മേഖലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സംശയാസ്പദമായ നീക്കമുണ്ടായി. ഇതിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം വെടിയുതിർത്തിരുന്നു. മറ്റൊരു സംഭവത്തിൽ ദോഡ ജില്ലയിലെ കസ്തിഗർ മേഖലയിൽ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഇന്ത്യൻ സൈനികർക്ക് പരിക്കേറ്റു. ഭീകരരെ നേരിടുന്നതിനിടെ ഒരു ഓഫീസർ ഉൾപ്പെടെ 4 സൈനികർ ജീവൻ അർപ്പിച്ചു കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് ദോഡ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ജൂലൈ 16 വടക്കൻ കരസേന കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ MV ശുചീന്ദ്രകുമാർ സമാധാനം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഡ്യൂട്ടിക്കിടെ ജീവൻ ബലിയർപ്പിച്ച ക്യാപ്റ്റൻ ബ്രിജേഷ് ഥാപ്പ, നായിക് D രാജേഷ്, ശിപായി ബ്രിജേന്ദ്ര, ശിപായി അജിത് കുമാർ സിംഗ് എന്നിവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ രജൌരിയിലെ വിദൂര ഗ്രാമത്തിൽ ആർമി പിക്കറ്റിന് നേരെ വൻ ഭീകരാക്രമണം നടന്നതായി PRO ഡിഫൻസ് ജമ്മുവും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഭീകരാക്രമണം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിൽ ഇന്ന് തിങ്കളാഴ്ച പുലർച്ചെ സുരക്ഷാ പോസ്റ്റിന് നേരെ ഭീകരർ വെടിയുതിർത്തതിനെ തുടർന്ന് സുരക്ഷാ സേന തിരച്ചിൽ വളരെ ശക്തമാക്കിയിട്ടുണ്ട് എന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പുലർച്ചെ 4 മണിക്ക് രജൌരി ജില്ലയിലെ ഗുന്ദ മേഖലയിലെ സുരക്ഷാ പോസ്റ്റിന് നേരെ ഭീകരർ എന്ന് സംശയിക്കുന്നവർ വെടിയുതിർക്കുകയും സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരിച്ചടിക്കുകയും ചെയ്തു. സൈനിക വാഹന വ്യൂഹത്തിനെതിരെ ഉണ്ടായ ഭീകരാക്രമണവും ദോഡയിലും ഉദംപൂരിലും നടന്ന ഏറ്റുമുട്ടലുകളും ഉൾപ്പെടെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭീകരാക്രമണങ്ങൾ തുടർച്ചയായി കാശ്മീരിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭീകരരെ തുരത്തും അല്ലെങ്കിൽ ഭീകരരെ പിടികൂടുമെന്ന ആ ഒരു ഉറപ്പിന്മേൽ, ആ ഒരു ദൃഢനിശ്ചയത്തിന്മേൽ സൈന്യം ഇപ്പോൾ മുന്നോട്ട് പോവുക തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.